നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ള ഒരു 7 days അലോവേര ഗ്ലോ ചലഞ്ചിന്റെ റിസൾട്ട് ആണ് കാണിക്കാൻ പോണേ കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 7 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിയാൽ എന്താണെന്നുള്ളത്. ഇന്ന് ഡേ 1 ആണ്. ഇത് അലോവേര മാത്രമല്ല, പ്യുവർ ആയിട്ടുള്ള അലോവേര ആണ്, പ്ലസ് ഒരു ഇൻഗ്രീഡിയന്റ് കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ എന്താണ് മിക്സ് എന്നുള്ളത് വീഡിയോന്റെ അവസാനമാണ് ഞാൻ കാണിക്കുന്നത്. ഡേ 1 ജസ്റ്റ് ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് ആയിട്ട്. അപ്പൊ അങ്ങനെ വന്ന് നേരെ ഫേസിലൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഒരു 20-25 മിനിറ്റ്സ് നമുക്ക് ഫേസിൽ വെക്കാം. ജസ്റ്റ് നമ്മൾ വാഷ് ചെയ്തെടുത്തു. ഫേസിൽ അങ്ങനെ ഒരു തിളക്കം പോലെ നമുക്ക് ഇപ്പില്ല കേട്ടോ. പക്ഷെ നമുക്ക് നോക്കാം, ഈ നാച്ചുറൽ ഗ്ലോ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ 7 days ട്രൈ ചെയ്യുമ്പോൾ കിട്ടും എന്നുള്ളത്. ഡേ 2 ആണ്. ഫേസിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മാറ്റങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ എനിക്കൊരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഡേ 2 ആകുമ്പോഴേക്കും എനിക്ക് ഇത്രയും വലിയ സംഭവം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, ചെറിയൊരു സ്മൂത്തനിങ്. രാവിലെ എണീക്കുമ്പോൾ ഫേസ് നല്ലൊരു സ്മൂത്ത് ആയ മാതിരി തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും അപ്പോൾ ഒരു ദിവസത്തെ ഫേസ് പാക്ക് നമ്മൾ 2 ദിവസത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം കേട്ടോ, ഒറ്റ പ്രാവശ്യത്തെ. അങ്ങനെ നമ്മൾ ഫേസ് ജസ്റ്റ് 25 മിനിറ്റ്സ് വെച്ചു നമ്മൾ വാഷ് ചെയ്തെടുത്തു. അപ്പോൾ 2 ദിവസം മാത്രമാണ് നമ്മൾ, അതായത് ഒരു പ്രാവശ്യം പ്രിപ്പയർ ചെയ്ത് 2 ദിവസം യൂസ് ചെയ്യും. അങ്ങനെ കേട്ടോ ഫേസ് പാക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യേണ്ടായിരുന്നത്. കാരണം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇതിലത്തെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ, ഒരു വെള്ളത്തിന്റെ ജലാംശമില്ല, അത് ഫുള്ള് നഷ്ടപ്പെട്ടിട്ട് ഇതൊരു ചണ്ടി പോലെ ആവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിത് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് 2 ദിവസം മാത്രമാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഏറ്റവും നല്ലത് ഫ്രഷ് പ്രിപ്പയറിങ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഞാനൊരു ഹെയർ പാക്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഇടുന്നുണ്ട്, എന്നാലും അത് ഞാൻ ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാനത് അപ്ലൈ ചെയ്ത് കൊടുത്തു. നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ സ്കിന്നൊന്ന് സ്മൂത്ത് ആവുക, നാച്ചുറൽ ഗ്ലോ വരിക, അതൊക്കെയാണ്. അതുകൊണ്ടാണ് അലോവേരയുടെ പ്രത്യേകത നമുക്കറിയാം. അങ്ങനെ നമ്മൾ നോർമൽ ഫേസ് വാഷ് ചെയ്തു. പക്ഷെ എനിക്ക് സ്കിന്ന് കുറെ കൂടെ സ്മൂത്തനിങ് ആവുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 3 ദിവസമൊക്കെ ട്രൈ ചെയ്യുമ്പോഴേക്കും കുറെ കൂടെ സ്കിൻ ഇങ്ങനെ റഫ് സ്കിന്നൊക്കെ ഉള്ളത് നല്ല സ്മൂത്തായി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ദിവസം നോക്കാം. നെക്സ്റ്റ് ഡേ രാവിലെ എണീക്കുമ്പോൾ തന്നെ എനിക്ക് കുറച്ചും കൂടി ഫേസിൽ ഒരു ഗ്ലോ വന്ന മാതിരി തോന്നിച്ചു. പിന്നെ ഈ കാണുന്ന ഒരു ഗ്ലോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്. ഞാൻ വീടിന്റെ പുറത്തിരുന്നിട്ടാണ് ചെയ്യണേ, പക്ഷെ പല ലൈറ്റ് ആണ് വരുന്നത്. സൂര്യൻ ചിലപ്പോൾ ഉദിക്കും, ചിലപ്പോൾ അസ്തമിക്കും. അപ്പൊ അങ്ങനെ ഒരാണ്. പക്ഷെ നമുക്ക് നോക്കാം, എന്തായാലും നമ്മൾ എന്തായാലും ഒരു ദിവസം ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് നേരെ വാഷ് ചെയ്യാം. ജെന്യുവനായിട്ട് സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് എന്തായാലും നോർമൽ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പാക്ക് ആട്ടോ. ഞാനിത് അത്രയും നല്ലൊരു റിസൾട്ട് ഉള്ളതാണ്. എന്തായാലും നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചലഞ്ച് ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞത് മാതിരി ഞാൻ പുറത്തൊക്കെ പോയി ഇന്ന് ഹോസ്പിറ്റലിൽ വിസിറ്റുണ്ടായിരുന്നു, അമ്മൂനും ബാറുവിനും. അപ്പൊ അതുകൊണ്ട് എനിക്ക് കാലത്തൊന്നും പറ്റിയില്ല. 10 മണിക്കും 10:45 രണ്ടുപേർക്കും കൂടി ഹോസ്പിറ്റൽ വിസിറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വന്നപ്പോൾ 2 മണിയായി. അപ്പൊ ഇതേ ഫുഡ് കഴിച്ച് അപ്പൊ ഞാൻ ജസ്റ്റ് ഇതേ ഒരു കുരു തൊട്ടുണ്ട്, കണ്ണ് ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ ഒരു ലിപ്സ്റ്റിക് ഇട്ടുണ്ട്, ഇത്ര മാത്രം. പിന്നെ സ്കിൻ കെയർ ആണ് ചെയ്തിരിക്കണേ, കണ്ടില്ലേ? സ്കിന്നിലൊരു നാച്ചുറൽ ഗ്ലോ ആണുള്ളത്. നല്ല ഇത്രയും തിളക്കുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇന്നിപ്പം ശനി, ഞായർ, തിങ്കൾ, ചൊവ്വാഴ്ചയാണ് ആ ഒരു ഗ്ലോ. പിന്നെ പ്രത്യേക ഒരു ഫേസിനൊരു ഭംഗിയൊരു വന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോവാണ്. അപ്പം ഇന്ന് വൈകുന്നേരമായിട്ടോ. ഞാൻ സാധാരണ കാലത്താണ് ചെയ്യല്. ഞാൻ പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന ആളാണ്. പിന്നെ എന്താ പറയുക, തിരക്ക് പിടിച്ചിങ്ങനെ ജോലിക്ക് പോകണില്ലേ, അതുകൊണ്ട് തന്നെ എൻ്റെ പോലുള്ളവർക്ക് അത് പറ്റിയായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് സമയം കിട്ടുന്നത് രാവിലെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് എനിക്ക് നൈക്കിന്ന് കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ചപ്പോൾ വെറ്റ് വൈപ്സ്, അതായത് ഞാൻ ഈ സാധനം ഇട്ടുണ്ടെങ്കിൽ പറയാൻ കുറച്ച് പാട്. അപ്പോൾ അത് ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പാക്കറ്റ്. അപ്പോൾ അത് വെച്ച് ഞാൻ അതൊക്കെ തുടച്ചിട്ടാണ് ഇടാൻ പോണേട്ടോ. അപ്പോൾ ഇത് അതായത് 2 ദിവസമാണ് ഞാനിത് യൂസ് ചെയ്യണത്. ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയത് ശനി ഞായർ യൂസ് ചെയ്തു. പിന്നെ തിങ്കളാഴ്ച ഞാൻ മാറ്റി. ഇന്ന് ചൊവ്വാഴ്ചക്ക് കുറച്ചും കൂടി ഉണ്ട്. ഇന്ന് കഴിഞ്ഞാൽ ഞാൻ എടുക്കില്ല. അപ്പോൾ എപ്പോഴും ഫ്രഷാണ് നല്ലത്. പക്ഷെ എല്ലാവർക്കും അത് സാധിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഫ്രഷായിട്ട് നല്ലത്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ വെറ്റ് വൈപ്സ് എനിക്ക് ഫ്രീ കിട്ടിയത്. അപ്പം ഞാനിത് മേക്കപ്പ് ഇതുപോലെ ഇട്ടിട്ട് റിമൂവ് ചെയ്യാനും പിന്നെ അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് നല്ലതാട്ടോ. അത്യാവശ്യം ഉണ്ട്, അത്ര ഉണ്ട്. ഫ്രീ ആയിട്ട് കിട്ടി. കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ചപ്പോൾ എന്തോ ഒരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു സമയത്ത് കിട്ടിയത്. അപ്പോൾ നമുക്കൊന്ന് തുടയ്ക്കാം. ഞാൻ കുറിയാണ് തൊട്ടിരിക്കണേ, വേറെ ഒന്നും ശരിക്കും പറഞ്ഞാൽ ചെയ്തിട്ടില്ല, മഞ്ഞക്കുറി. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവേ, ഞാൻ വെറുതെ പറയാന്നേ. ഇതേ കണ്ടില്ലേ, മേക്കപ്പ് ഉണ്ടെങ്കിൽ ഇതിൽ കാണില്ലേ.
ഒറ്റ മേക്കപ്പ് ഇട്ടിട്ടില്ല. ഞാൻ ഇങ്ങനെയാ പോയിരുന്നേ. എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ. മേക്കപ്പ് ഇല്ലാതെ നാച്ചുറൽ ആയിട്ട് ഗ്ലോ നമ്മുടെ ഫേസിൽ വരികയും അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ പ്രത്യേക ഗ്ലോ ക്രീം ഒന്നും ഇടാണ്ട് നമുക്ക് ഒരു ഗ്ലോ കിട്ടും. ഒപ്പം തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 7 days അല്ല, ഒരു 2-3 weeks യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് നല്ലോണം ക്ലിയർ ആവുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ കൂടുതൽ ദിവസം യൂസ് ചെയ്തപ്പോൾ. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, കഴുകുക അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എന്നും ചെയ്യണ മാതിരി ഫേസ് 20 minutes വെച്ച് വാഷ് ചെയ്തു. പക്ഷെ എനിക്ക് ഫേസിൽ പ്രത്യേക ഒരു ചെറിയൊരു ബ്രൈറ്റനിങ്, കാരണം നമ്മളൊരു ബ്രൈറ്റനിങ് ഏജന്റ് കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ബ്രൈറ്റനിങ് കൂടി വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഒരു ഗ്ലോ തോന്നിയിരുന്നു ഫേസ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഫേസിൽ നല്ലൊരു ഗ്ലോ. ഈ ഗ്ലോ കഴുകി കളഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഫേസ് പാക്ക് ഇട്ട് ഞാൻ റിമൂവ് ചെയ്യുമ്പോഴും. അപ്പൊ നമുക്ക് ശരിക്കും ആ ഗ്ലോ മാത്രമല്ല, സ്കിന്ന് നല്ല സ്മൂത്ത് എന്ന് വെച്ചാല് നമുക്കിങ്ങനെ ബേബി സ്മൂത്ത് ആവാന്ന് പറയില്ല, ആ ഒരു നല്ല സ്മൂത്തനിങ് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടി ഫേസിലത്തെ സ്കിന്നൊന്ന് ബ്രൈറ്റനിങ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ലിപ്സ്റ്റിക് ട്രൈ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ വേറൊരു വീഡിയോ എടുത്ത് വന്നതാണ്, ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് സ്വാച്ചിന്റെ. അപ്പൊ അത് ഉണ്ട് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ നോർമൽ വീട്ടിൽ നിൽക്കണ അതേ രീതിയിലാണ് നമ്മളെ വീഡിയോസ് എടുക്കണത്. എന്താ പറയാ, ഇതിന് വേണ്ടി പ്രത്യേകം ഒരുങ്ങി അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും നോർമൽ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് ആണ് ഉള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ ദേ നമ്മുടെ കഴുകി കളഞ്ഞിട്ടാണെങ്കിലും ഫേസിൽ ഒരു തിളക്കം ഉണ്ട്, ഒരു നാച്ചുറൽ ഗ്ലോ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ടീനേജേഴ്സ് മുതൽ നമുക്ക് കുറച്ച് ഏജ്ഡ് ആയവർക്ക് വരെ ട്രൈ ചെയ്യാൻ പറ്റിയതാട്ടോ. ഇന്ന് നമ്മുടെ ഫൈനൽ ഡേ ആണ്. നമ്മുടെ ഫേസ് പാക്ക് നമ്മൾ ചലഞ്ച് പരീക്ഷിച്ചിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ സ്കിന്ന് എത്രത്തോളം ഗ്ലോ ഉണ്ട് നോക്കിട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ ആണുള്ളത്. അപ്പോൾ ചലഞ്ച് ആരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചലഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും കമൻറ്റ് ചെയ്യണം. നമുക്ക് ഇതും കൂടി ഇട്ടിട്ട് അവസാനിപ്പിക്കാം നമ്മുടെ ചലഞ്ച്. ഫ്രിഡ്ജിൽ നമ്മൾ കുറേ ദിവസം, അതായത് 2 ദിവസത്തിനൊക്കെ കൂടുതൽ നമ്മൾ പാക്ക് വെച്ചാൽ എന്താ പാക്ക് ഇതുമാതിരിയാവും. ഇതിലത്തെ ആ ഒരു നല്ല വാട്ടറി ഹൈഡ്രേഷനൊക്കെ പോയി ആ ഒരു മിക്സ് ഇങ്ങനെ ഒറ്റയ്ക്കാവും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ദിവസം വെക്കരുത്. 2 ദിവസത്തേക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴും ഫ്രഷാണ് നല്ലത്. അപ്പോൾ ദേ നമ്മൾ നന്നായിട്ടൊന്ന് ഫേസൊക്കെ വാഷ് ചെയ്തു. എന്നാലും നമ്മുടെ ആ ഗ്ലോ ഒന്നും ഫേസിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും തേച്ച് വന്നിട്ടുള്ള ഗ്ലോ അല്ല. ഞാൻ ദേ ഫേസ് വാഷ് ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിലും കണ്ടില്ലേ, നമുക്ക് അത്യാവശ്യം നമ്മുടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ട പോർഷൻസിലൊക്കെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള തിളക്കുണ്ട്. ഡയലൈറ്റ് ആണ്, ലൈറ്റ് ഒന്നും വെച്ചിട്ടില്ല. ഓക്കെ, അവിടെ നിന്ന് സൂര്യപ്രകാശം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം എന്നാലും നമുക്ക് തിളക്കറിയാൻ പറ്റുക സൂര്യപ്രകാശം തട്ടുമ്പോൾ. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഈ പാക്ക് പ്രിപ്പയർ ചെയ്തതെന്ന് പറഞ്ഞിട്ട്, നമ്മൾ ഇതേ നമ്മുടെ തൊടിയെ പോവുക, അലോവേര, ഫ്രഷ് അലോവേര തന്നെ വേണം കേട്ടോ. അതാണ് കൂടുതൽ നല്ല ബെറ്റർ റിസൾട്ട്, അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ആ ഒരു റിസൾട്ട് കാണാൻ പറ്റുക. അലോവേര കുറച്ച് പൊട്ടിക്കുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചാരി വെക്കുക. അപ്പൊ അതിലൊരു മഞ്ഞക്കറി ഉണ്ട്, അത് പൊക്കോളും. അത് കഴിഞ്ഞ് ജസ്റ്റ് അലോവേരയുടെ പൾപ്പ് നമ്മളൊരു മാറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് 2-3 കുക്കുംബറാണ്. ഞാനിവിടെ പൾപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. 2-3 കഷ്ണം കുക്കുംബർ. ചിലപ്പോൾ തൊലി കളയാറുണ്ട് എടുക്കുമ്പോൾ, ചിലപ്പോൾ തൊലി കളയില്ല. നന്നായി കഴുകിയെടുത്തിട്ട് അങ്ങനെ തന്നെ അരച്ചെടുക്കും. പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. നന്നായിട്ട് അരച്ചെടുക്കുക. ഇതുമാതിരി തിക്ക് പേസ്റ്റ് ആവും. ഇത് 2 ദിവസത്തേക്ക് മാത്രം അരച്ചാൽ മതി. കുറേ അധികം ഒരു പാത്രം നിറയുന്ന അരച്ചേക്കുണ്ട് കേട്ടോ. കാരണം ഇത് വെള്ളം വറ്റി കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ചണ്ടി മാതിരി, അപ്പൊ ആ റിസൾട്ട് നമുക്ക് അധികം കിട്ടില്ല. അപ്പൊ 2 ദിവസത്തേക്ക് 1 ദിവസത്തേക്കുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്ത് ചെയ്യാം. നേരെ ഫേസിലിടാൻ കഴുകി 25 മിനിറ്റ് വെച്ചിട്ട് കഴിയും. നമ്മുടെ സ്കിന്നിൽ നല്ല നാച്ചുറൽ ആയിട്ടൊരു ഗ്ലോ, പ്ലസ് നമ്മുടെ പോഴ്സ് ഒക്കെ നല്ല സ്മൂത്തൻ ആക്കാനും, നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ അൺഈവൻ സ്കിൻ ടോൺ, ഡാർക്ക് സ്പോട്ട്, അതുപോലെ തന്നെ പിമ്പിൾസ് വന്ന് പൊട്ടിയിട്ടുള്ള കറുത്ത മാർക്കുകൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. 7 days കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ നാച്ചുറൽ ആയിട്ടൊരു തിളക്കം നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 month യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിലെ അത്യാവശ്യം ഡാമേജസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ മാറി നല്ല ഗ്ലോയും അതുപോലെ തന്നെ ക്ലിയർ ആവാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ചലഞ്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും താഴെ കമന്റ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റുകളും കാര്യങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്തി. ഇതുപോലെ എന്തെങ്കിലും ചലഞ്ചസ് ഒക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.